ബികോമിന്റെ 5th സെമസ്റ്ററിനുള്ള ഒരു സബ്ജക്റ്റാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോയുടെ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 5 വീഡിയോസ് നമുക്ക് ഉണ്ടാകും. ഓരോ വീഡിയോസിലും ഓരോ മൊഡ്യൂൾ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് മൂവ് ടു ദി വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് മൊഡ്യൂളാണ്, ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതിൽ നമ്മൾ എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. ഓരോന്ന് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മീനിങ് ഓഫ് ഫിനാൻസ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, ഫിനാൻസ് ഫങ്ഷൻ, റോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജർ അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ടൈം വാല്യൂ ഓഫ് മണി, ടെക്നിക്സ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദി കോൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മീനിങ് ഓഫ് ഫിനാൻസ്, ഇതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ് ആണ്. അതുപോലെ തന്നെ മണിയെ മാനേജ് ചെയ്യുന്ന ഒരു ആർട്ട് ആൻഡ് സയൻസ് ആണ് ഫിനാൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, പ്രൈവറ്റ് ഫിനാൻസ് ആൻഡ് പബ്ലിക് ഫിനാൻസ്. പ്രൈവറ്റ് ഫിനാൻസിൽ വരുന്നതാണ് ബിസിനസ് ഫിനാൻസ്, പേഴ്സണൽ ഫിനാൻസ്, ഫിനാൻസ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. അതുപോലെ പബ്ലിക് ഫിനാൻസിൽ വരുന്നതാണ് ഗവൺമെൻറ് തരുന്ന, സെൻട്രൽ ഗവൺമെൻറ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെമി ഗവൺമെൻറ്, ഇവരെല്ലാം തരുന്ന ഫിനാൻസ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഫിനാൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇതുപോലെ തന്നെ എക്കണോമിക് റിസോഴ്സുകളെ എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നതിനെയാണ്. അത് മാനേജ് ചെയ്യുന്നത് മെയിൻലി റിസോഴ്സ് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ ഫണ്ട്, അതായത് അസറ്റുകളുടെയൊക്കെ മാനേജ്മെൻറ്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ പോയിന്റ് വൈസ് അത് ചെക്ക് ചെയ്യാം. പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്, ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഫണ്ട് ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്, അതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ സോഴ്സ് ഓഫ് ഫണ്ട് കണ്ടുപിടിക്കുന്നത്, ഏത് രീതിയിലാണ് അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് എത്രയാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡീൽ ചെയ്യുന്നുണ്ട്. എഫക്റ്റീവ് യൂസ് ഓഫ് ഫണ്ട്, നമ്മൾ കളക്ട് ചെയ്ത ഫണ്ടുകൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതുപോലെ തന്നെ അതിനോടൊപ്പം എൻഷുർ ചെയ്യേണ്ടതാണ് ആ യൂസ് ചെയ്യുന്നത് സേഫ് ആയിട്ടാണോ, ലിക്വിഡ് ആയിട്ടാണോ, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി ഈ നമ്മൾ കളക്ട് ചെയ്യുന്ന ഫണ്ട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ. ഫ്ലെക്സിബിലിറ്റി, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വഴിയായിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ അകത്തും പുറത്തും ഉണ്ടാകുന്ന ചേഞ്ചസ്, എക്കണോമിക് ആക്ടിവിറ്റികളിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതനുസരിച്ച് അഡ്ജസ്റ്റബിൾ ആയിട്ട് പ്രവർത്തിക്കാനും സാധിക്കും. നെക്സ്റ്റ് വരുന്നതാണ് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരു ഓർഗനൈസേഷന് ഡിസിഷൻ എടുക്കേണ്ടി വരുന്ന പല സിറ്റുവേഷനുകൾ ഉണ്ടാകും. ആ സിറ്റുവേഷൻസിലെല്ലാം ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വഴി ഈസി ആയിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാൻ സാധിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻഷ്യൽ ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇത് ഹെൽപ്ഫുള്ളാണ്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനും ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഹെൽപ്ഫുള്ളാണ്. ഒരു ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏത് മെത്തേഡിലാണ് ഫണ്ട് റേസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ കൺട്രോൾ, ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റികളെ കൺട്രോൾ ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫണ്ടുകളെല്ലാം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. സക്സസ് ഓഫ് ബിസിനസ് പ്രൊമോഷൻ, ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സിന് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതാണ് നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാൻ. ഈ നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാൻ സാധിക്കുന്നത് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെങ്കിലാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വഴി ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊമോഷന് ഇത് സഹായിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോയിന്റിനോട് ചേർത്ത് പറയാവുന്നതാണ്. ഇതുപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിനും എപ്പോഴും സഹായകമാകുന്നത് ഫിനാൻസാണ്. ഫിനാൻസ് കറക്റ്റായിട്ട് അതിൻ്റെ ഫ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷന് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരു സ്മൂത്ത് റണ്ണിങ്ങിന് സഹായിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കോർഡിനേറ്റ്സ് വേരിയസ് ഫങ്ഷണൽ ആക്ടിവിറ്റീസ്, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട്. അതായത് മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, അങ്ങനെ പലതും ഉണ്ടാകും. സോ അതിനെ ഓർഗനൈസേഷണൽ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ചേർത്ത് നിർത്തുന്നത് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നതും ഇതിൻ്റെ ഒരു കോർഡിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും നമുക്ക് പറയാൻ സാധിക്കും.
ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വഴിയായി ഒരു ഓർഗനൈസേഷന് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൂടെ നടത്തുന്ന ഒരു സയൻറ്റിഫിക് അനാലിസിസ് വഴിയായിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു ഡിസിഷൻ കറക്റ്റ് ആവാനും നമ്മുടെ റിസ്കിനെ ഏറ്റവും മിനിമൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. ബിസിനസ് സക്സസിനെ തന്നെ ഡിറ്റർമിൻ ചെയ്യാൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന് സഹായിക്കും. ടോപ്പ് മാനേജ്മെൻറ്റിന് എന്തെങ്കിലും സൊല്യൂഷൻസ് ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വഴിയായിട്ട് നമുക്ക് എന്താണ് ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ എത്രമാത്രം പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, റിസ്ക് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെഷർ ചെയ്യാനും ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വഴി സാധിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയും. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരു ഫിനാൻസ് മാനേജർ ഏതൊക്കെ ഏരിയയിലാണ് ശ്രദ്ധ പുലർത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ഫിനാൻഷ്യൽ ഫംഗ്ഷൻ നന്നായിട്ട് നടക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു കാര്യമൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുക. എസ്റ്റിമേറ്റിംഗ് ഫിനാൻസ് റിക്വയർമെൻറ്റ്സ്. ഒരു ഓർഗനൈസേഷന് എത്രമാത്രം ഫിനാൻസ് ആവശ്യമുണ്ട്, അതിൻ്റെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം റിക്വയർമെൻറ്റ്സ് ഒരു ഫിനാൻസ് മാനേജർ ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ എത്ര വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുണ്ട്, ഫിക്സഡ് അസറ്റുകൾ എത്രമാത്രം അക്വയർ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എസ്റ്റിമേറ്റ് ചെയ്യണം. ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് കണ്ടുപിടിച്ച് നെക്സ്റ്റ് ചെയ്യേണ്ടതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ വേണമെന്ന് ഡിസൈൻ ചെയ്യുക. അതായത് എത്രമാത്രം ഫണ്ടുകൾ നമുക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഫണ്ടുകളാണ് ഒരു ഓർഗനൈസേഷനിലേക്ക് ആവശ്യമുള്ളത്, അതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരിക. ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് സോഴ്സ്, അത് പല ടൈപ്പ് ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഷെയർ ക്യാപിറ്റലാകാം, ഡിബഞ്ചറുകളാകാം, ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ ഏത് സോഴ്സ് വേണം അതിൻ്റെ ഒരു കാര്യം ഡിറ്റർമിൻ ചെയ്യണം. ഫണ്ട് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും നമ്മൾ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞാൽ ഈ ഫിനാൻസ് മാനേജർ ചെയ്യേണ്ടതാണ് ഈ ഫണ്ട് നമ്മൾ ഏതൊക്കെ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അതായത് ഒരു ക്യാപിറ്റൽ അസറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അത് എങ്ങനെയാണ്, എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം, അതിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ്, എങ്ങനെ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ട് ഫണ്ട് യൂസ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യണം. നെക്സ്റ്റ് വരുന്നതാണ് പ്രോപ്പർ ക്യാഷ് മാനേജ്മെൻറ്റ്. അതായത് ക്യാഷ് നല്ല രീതിയിലായിരിക്കണം മാനേജ് ചെയ്യേണ്ടത്. ആവശ്യമുള്ള സമയത്ത്, ഏതൊക്കെ സമയത്താണ് നമുക്ക് ആവശ്യം വരുന്നത്, ആവശ്യം വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യണേ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ക്യാഷ് ഒരിക്കലും നമുക്ക് ഷോർട്ടേജും വരാൻ പാടില്ല, അതുപോലെ തന്നെ സർപ്ലസ് ഉണ്ടാവേണ്ട കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു ക്യാഷ് മാനേജ്മെൻ്റ് ആണ് ഒരു ഓർഗനൈസേഷനിൽ വേണ്ടത്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ കറക്റ്റായിട്ടുള്ള ഫിനാൻഷ്യൽ കൺട്രോളുകൾ ഉണ്ടായിരിക്കണം. അതായത് വേരിയസ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ കൺട്രോൾ ഡിവൈസുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിൽ വരുന്നതാണ് ബ്രേക്ക് ഇവൻ അനാലിസിസ്, ബഡ്ജറ്ററി കൺട്രോൾ, റേഷ്യോ അനാലിസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു ഓർഗനൈസേഷനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്. ഇത് എസ്എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ നമുക്ക് രണ്ടായിട്ട് പറയാം: പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ എക്കണോമിക് ആക്ടിവിറ്റികളുടെയും എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏണിംഗ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിലൊക്കെ പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഓർഗനൈസേഷന് അതിൻ്റെ അൾട്ടിമേറ്റ് സക്സസ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ മാർക്കറ്റിൽ നിലനിൽക്കണമെങ്കിലും ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഘടകം വളരെ അത്യാവശ്യമാണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയെന്ന് നോക്കാം. പ്രോഫിറ്റബിലിറ്റിയാണ് ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്കണോമിക് പ്രോസ്പെരിറ്റി എത്രമാത്രം ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിലും ഈ പ്രോഫിറ്റ് തന്നെ വേണം. മാത്രമല്ല ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് ആയിട്ട് തന്നെ പ്രോഫിറ്റിന് എടുക്കാം. അതായത് ഇപ്പോൾ നമുക്ക് റിസർവും സർപ്ലസ് ഉണ്ടെങ്കിൽ അത് പിന്നീട് നമുക്കൊരു സോഴ്സായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബിസിനസ്സിന് വരുന്നതാണ് റിസ്ക്. ആ ഒരു റിസ്കുകളെല്ലാം എതിരെയുള്ളൊരു പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് ഈ പ്രോഫിറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സോഷ്യലി ബിസിനസ്സിന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ, അതായത് പബ്ലിക്കിന് എന്തെങ്കിലും വെൽഫെയർ ആക്ടിവിറ്റികൾ ചെയ്യണമെങ്കിൽ തന്നെ ഈ പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുമാത്രമല്ല നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഫേമിലേക്കാണ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യണമെങ്കിലും ഈ പ്രോഫിറ്റ് എന്ന ഘടകം ആവശ്യമാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഇതിനെതിരെയുള്ള ക്രിറ്റിസിസംസ് എന്തൊക്കെയാണ്. അതായത് ആദ്യം തന്നെ പറയുന്നത് ഈ പ്രോഫിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് അല്ല, ഒരു വാഗ്യൂ കോൺസെപ്റ്റാണ്. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ടേമിന് എടുക്കുക. അത് ബിഫോർ ടാക്സ് ഉണ്ടാവും, ആഫ്റ്റർ ടാക്സ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഒരു ഡിഫിനേറ്റ് ആയിട്ടുള്ളൊരു ടേം ഇതിനില്ല എന്നുള്ളതാണ്.
ടൈം വാല്യൂ ഓഫ് മണീനെ ഇഗ്നോർ ചെയ്യപ്പെടുന്നുണ്ട് ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ. ടൈം വാല്യൂ ഓഫ് മണി എന്താണെന്ന് നമുക്ക് തുടർന്ന് വരുന്ന ലാസ്റ്റ് പോർഷനിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ റിസ്ക് ഫാക്ടറിനെ ചിലപ്പോൾ ഇഗ്നോർ ചെയ്യാറുണ്ട്. ഡിവിഡൻഡ് പോളിസിനെയും ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ കൺസിഡർ ചെയ്യുന്നില്ല. ഡിവിഡൻഡ് പോളിസി എപ്പോഴും നിൽക്കുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയറുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ ആ ഒരു കാര്യം പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ അവോയ്ഡ് ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ചില സമയത്ത് പ്രോഫിറ്റ് ഏണിങ്ങിന് വേണ്ടിയിട്ട് വർക്കേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. സോ അതും ഇതിനെതിരായിട്ടുള്ളൊരു ക്രിറ്റിസിസം ആയിട്ടാണ് പറയുന്നത്. വർക്കേഴ്സിന് നമുക്ക് ചിലപ്പോൾ സാലറി കുറച്ച് കൊടുക്കേണ്ടതായിട്ടും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ പ്രൈസ് കുറച്ച് കൂട്ടേണ്ടതായിട്ടൊക്കെ വരാം. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് നമ്മളൊരു അഡ്വേഴ്സ് സിറ്റുവേഷനിലേക്കാണ് അത് നയിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇതിന് കുറച്ച് ക്രിറ്റിസിസംസ് എല്ലാം പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രോഫിറ്റിന് മാത്രമല്ല, ആ ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടി ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് അറൈസ് ചെയ്തത്. അതാണ് വെൽത്ത് മാക്സിമൈസേഷൻ. ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന വെൽത്ത്, അതായത് അവർക്ക് കിട്ടുന്ന ആ എമൗണ്ട് ഓഫ് മണി, അത് മാക്സിമൈസ് ചെയ്യുന്നതിലാണ് ഒരു ഫേം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് മാർക്കറ്റ് പ്രൈസ് ഒരു ലോങ് റണ്ണിൽ എത്രമാത്രം മാക്സിമൈസ് ചെയ്യണം എന്നാണ് ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. വെൽത്ത് മാക്സിമൈസേഷനെ ഫേവർ ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ഒരു വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന കാര്യം ഓണേഴ്സിൻ്റെ എക്കണോമിക് വെൽഫെയറിനുമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അതായത് അവർക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെൽത്ത് മാക്സിമൈസേഷൻ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റുകളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് സഹായിക്കും. മാത്രമല്ല ഒരു ഓർഗനൈസേഷൻ്റെ ലോങ് ടേം ആയിട്ടുള്ള ഗ്രോത്തിനും സർവൈവലിനും ഇത് ഹെൽപ്പ് ചെയ്യും. റിസ്ക് ഫാക്ടറിനെയും ടൈം വാല്യൂ ഓഫ് മണീനെയും ഇത് കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗുണം. അതുപോലെ തന്നെ ഒരു മാനേജ്മെൻറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിവിഡൻഡ് പോളിസി പ്രഖ്യാപിക്കുന്നതിനും ഇത് സഹായിക്കും. റിസോഴ്സുകളുടെ എഫക്റ്റീവ് ആയിട്ടുള്ള യൂട്ടിലൈസേഷനും വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് വഴി നമുക്ക് സാധിക്കും. വെൽത്ത് മാക്സിമൈസേഷനെ സംബന്ധിക്കുന്ന ക്രിറ്റിസിസംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പറയുന്നത് ഒരു ഓർഗനൈസേഷൻ എന്താണ് ചെയ്യുന്നത് അതിനെ സംബന്ധിക്കുന്ന ഒരു കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഈ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ടേമിന് തരാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ വെൽത്ത് ഫേമിനാണോ അതോ ഷെയർ ഹോൾഡേഴ്സിനേക്കാണോ പോകുന്നത്, ഈ ഒരു കാര്യത്തിൽ ഡിഫറെൻ്റ് ഒപ്പീനിയൻ നിലനിൽക്കുന്നു. മാത്രമല്ല ഈ പോകുന്ന ഫണ്ട് വെൽത്തിൻ്റെ ഈ ഒരു എമൗണ്ട് സോഷ്യലി യൂസ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം കൂടെ ഈ ഒരു വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവിൽ അറൈവ് ചെയ്യുന്നുണ്ട്. ഓണേഴ്സിനാണ് അൾട്ടിമേറ്റ് ബെനിഫിറ്റ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഓണർഷിപ്പും ആ ഒരു മാനേജ്മെൻറ്റും തമ്മിലുള്ള അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആവുന്നതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി നേരിടാനുള്ള സാധ്യതയുണ്ട്. അതാണ് അതിൻ്റെ ലാസ്റ്റ് ഒരു ക്രിറ്റിസിസം പറയുന്നത്. ഇൻ കേസ് നമ്മൾ ഇങ്ങനെയൊക്കെ വെൽത്ത് മാക്സിമൈസേഷൻ ക്രിറ്റിസിസം പറയുകയാണെന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കിക്കഴിയുമ്പോൾ വെൽത്ത് മാക്സിമൈസേഷൻ തന്നെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷനേക്കാളും സുപ്പീരിയർ ആയിട്ട് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് വെൽത്ത് മാക്സിമൈസേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ടേമിൽ മാത്രമാണ്. പക്ഷേ വെൽത്ത് മാക്സിമൈസേഷൻ ആകുമ്പോൾ അതിന് കൺസിഡർ ചെയ്യുന്നത് ഫ്യൂച്ചറിൽ എത്ര ക്യാഷ് ഫ്ലോ ഉണ്ടാകും, അതുപോലെ തന്നെ ഡിവിഡൻഡ്, ഏർണിംഗ് പെർ ഷെയർ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ആദ്യം ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു കാര്യം പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഈ ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് ഡിവിഡൻഡ് പോളിസിക്ക് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. എത്ര ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ഒരു വെൽത്ത് മാക്സിമൈസേഷനിലേക്ക് വരുമ്പോൾ അത് റെഗുലർ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്ന കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. സോ അതാണ് ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവിന് ഇമ്പോർട്ടൻസ് കൂടുതൽ വരാനുള്ള ഒരു സാധ്യത നിലനിർത്തുന്നത്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് ഫിനാൻസ് ഫംഗ്ഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻസ് ഫംഗ്ഷനെ നമുക്ക് മെയിൻലി മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഇത് മൂന്ന് എന്താണെന്ന് നമുക്ക് തുടർന്ന് വരുന്ന ഭാഗത്ത് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഒരു ഫിനാൻസ് മാനേജറുടെ റോൾ എന്താണ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് എക്സാമിന് പൊതുവെ ചോദിച്ച് കാണാറുള്ളതാണ്. ഇത് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം: എക്സിക്യൂട്ടീവ് ഫിനാൻസ് ഫങ്ഷൻസ് ആൻഡ് റുട്ടീൻ ഫിനാൻസ് ഫങ്ഷൻസ്. എക്സിക്യൂട്ടീവ് ഫിനാൻസ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 വരാം: ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻഷ്യൽ ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നോക്കാം. ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലുകളുടെ റിജക്ഷനും അക്സെപ്റ്റൻസും, അതുപോലെ തന്നെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എത്രമാത്രം ആവശ്യമുണ്ട്, അതിൻ്റെ എസ്റ്റിമേഷനും കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, ഫണ്ട്സിൻ്റെ അലോക്കേഷൻ,
ഓരോ പ്രോഫിറ്റബിൾ വെഞ്ചർ അനുസരിച്ചായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തേണ്ടത്. സോ ആ ഒരു കാര്യത്തിനകത്ത് ഫണ്ട് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഫിനാൻസിങ് ഡിസിഷൻ. ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് അതിൻ്റെ ഫണ്ടിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കേണ്ടത്, ആ ഫണ്ടിൻ്റെ പ്രൊക്യൂർമെൻ്റ് ആണ് ഫിനാൻസിങ് ഡിസിഷൻ അഫക്റ്റ് ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷൻ എപ്പോഴും ഫണ്ട് റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ അവൈലബിൾ ആയാൽ മാത്രമാണ് അവിടുത്തെ ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെയൊക്കെ മാനേജ്മെൻറ്റ് എഫക്റ്റീവായിട്ട് നടക്കുകയുള്ളൂ. ഡിവിഡൻഡ് ഡിസിഷൻ ഒരു ഓർഗനൈസേഷൻ്റെ ഡിവിഡൻറ്റിനെ സംബന്ധിക്കുന്ന ഡിസിഷൻസ്, അതായത് അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. പ്രോഫിറ്റ് മുഴുവനായും ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ചു കൊടുക്കണോ അല്ലെങ്കിൽ ഒരു പോർഷൻ ഫ്യൂച്ചറിലേക്ക് മാറ്റി വെക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഫിനാൻസ് മാനേജറാണ്. നെക്സ്റ്റ് വരുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ കറണ്ട് അസറ്റുകളുടെയും കറണ്ട് ലയബിലിറ്റികളുടെയും മാനേജ്മെൻറ്റിനെയാണ് നമ്മളിതിൽ പറയുക. ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴും കറണ്ട് അസറ്റുകളുടെയും കറണ്ട് ലയബിലിറ്റികളുടെയും ഒരു ഒപ്റ്റിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. എന്നിരുന്നാൽ മാത്രമാണ് ഒരു ഓർഗനൈസേഷന് ആ ഒരു ലിക്വിഡിറ്റി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് റുട്ടീൻ ഫിനാൻസ് ഫംഗ്ഷൻ. ഇതെന്ന് പറയുന്നത് ഈ എക്സിക്യൂട്ടീവ് ഫിനാൻസ് ഫംഗ്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ്. അത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റുട്ടീൻ ഫിനാൻസ് ഫംഗ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫിനാൻഷ്യൽ മാനേജർക്ക് അതിന് താഴെ തട്ടിലേക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് ഇത് റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചറുള്ള വർക്കുകളാണ്. ആദ്യത്തെ വരുന്നതാണ് ക്യാഷ് റെസീപ്റ്റുകളെയും അതുപോലെ തന്നെ ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റുകളെ എല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നു. മാത്രമല്ല ക്യാഷ് ബാലൻസുകളെ സേഫ് ഗാർഡ് ചെയ്യുകയും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നു. സെക്യൂരിറ്റികളുടെയും അതുപോലെ തന്നെ ഇൻഷുറൻസ് പോളിസികളുടെ എല്ലാം വാല്യുബിൾ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് സേഫ് ഗാർഡ് ചെയ്യുന്നത് ഒരു റുട്ടീൻ ഫിനാൻസ് ഫംഗ്ഷനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നു, ടോപ്പ് മാനേജ്മെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല ഫിക്സഡ് അസറ്റുകളുടെയും കറണ്ട് അസറ്റുകളുടെയും സൂപ്പർവിഷനും ഇതിൽ വരുന്നതാണ്. ക്യാഷ് മാനേജ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ക്രെഡിറ്റ് പോളിസി അതിനെ മാനേജ് ചെയ്യുന്നതും ഈ ഒരു ഫിനാൻസ് ഫംഗ്ഷനിൽ വരുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് റിസീവ് ചെയ്യുന്ന ആ ഒരു മണിയുടെ വാല്യൂ ആയിരിക്കില്ല. ഇതേ സെയിം സം ഓഫ് മണി തന്നെ കുറച്ച് പീരീഡിന് ശേഷം നമ്മൾ റിസീവ് ചെയ്താൽ. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു മണി ഒരു 100 രൂപ നമ്മൾ കഴിഞ്ഞ വർഷം യൂസ് ചെയ്തതുപോലെയാണോ ഈ വർഷം ആ 100 രൂപയുടെ വാല്യൂ, അതിനകത്തൊരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. സോ അതിനെയാണ് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന കോൺസെപ്റ്റിൽ പറയുന്നത്. ടൈം വാല്യൂ ഓഫ് മണി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് 2 ടെക്നിക്സ് ആണുള്ളത്. കോമ്പൗണ്ടിങ് ടെക്നിക്കും ഡിസ്കൗണ്ടിങ് ഓഫ് പ്രസൻറ്റ് വാല്യൂ ടെക്നിക്ക്. ഫസ്റ്റ് ടെക്നിക്കാണ് കോമ്പൗണ്ടിങ് ടെക്നിക്ക്. പ്രസൻറ്റ് മണിയുടെ ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുക. സാധാരണ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്ന അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനീഷ്യലായിട്ട് നമ്മുടെ കയ്യിലുള്ള ആ ഒരു പ്രിൻസിപ്പിൾ എമൗണ്ടിൻ്റെ ഒപ്പം ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് പോരുന്ന ഒരു മെത്തേഡാണ് ഇതിലുള്ളത്. ഈ കോമ്പൗണ്ടഡ് ടെക്നിക്കിൽ തന്നെ നമുക്ക് പല രീതിയിൽ കണക്കുകൾ വരാറുണ്ട്. കോമ്പൗണ്ട് ആനുവലി ചെയ്യുന്നതുണ്ട്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ കോമ്പൗണ്ടിങ് ചെയ്യുന്നത്, അതായത് ഇയർലി തന്നെ പല ടൈംസ് ക്വാർട്ടർലി മന്ത്ലി ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡബിളിംഗ് പീരീഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും വരുന്നുണ്ട്. ഈ കോമ്പൗണ്ട് ടെക്നിക്കിൽ വരുന്നത് നമ്മൾ ഓരോ വർഷവും റിസീവ് ചെയ്യുന്ന ആ ഒരു ഇൻട്രസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ പിന്നെയും റീഇൻവെസ്റ്റ് ചെയ്യാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ഫ്യൂച്ചർ പീരീഡിനകത്തേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എമൗണ്ട് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിനകത്ത് ഇൻട്രസ്റ്റ് ആനുവലി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലാണ് ഈ പറയുന്ന ഇക്വേഷൻ വരുന്നത്. നമുക്ക് ഈ ഇക്വേഷൻ മാത്രം ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. പി വി എന്ന് പറയുന്നത് ഫ്യൂച്ചർ വാല്യൂ ആണ്. ഫ്യൂച്ചർ വാല്യൂ ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1+r⁻n. കണ്ടുപിടിക്കേണ്ടത് ടൈം വാല്യൂ ഓഫ് മണിയിൽ തന്നെ ആദ്യത്തെ മെത്തേഡായിട്ടുള്ള കോമ്പൗണ്ടിങ് ടെക്നിക്സിൻ്റെ തന്നെ ആനുവലി ആണ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നേക്കണമെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേഷൻ വരുന്നതെന്നാണ്. സോ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന പ്രസൻറ്റ് വാല്യൂ ആണ് പി വിനെ 1+r എന്ന് പറയുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ അതാണ്. ഈ n എന്ന് പറയുന്നത് എത്ര വർഷത്തെ കഴിഞ്ഞിട്ടുള്ള ഫ്യൂച്ചർ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതാണ് ആ n. ഇപ്പോൾ 10 ആണെന്നുണ്ടെങ്കിൽ 10, 5 ആണെങ്കിൽ 5, എത്ര വർഷം കഴിഞ്ഞിട്ടുള്ള പ്രസൻറ്റ് വാല്യൂവിൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നാണ് അതിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് എല്ലാം
ക്വസ്റ്റ്യൻ ഉണ്ടാകും. ആൻഡ് ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് 50,000. സോ അതാണ് നമ്മുടെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പം അതിന് പ്രസന്റ് വാല്യൂ ആയിട്ട് 50,000 രൂപയാണ് ഉള്ളത്. അത് 8% ഇൻട്രസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മുടെ 6 കിട്ടി. 8% എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ കൺവേർട്ട് ചെയ്യണം. 8 ഡിവൈഡഡ് ബൈ 100 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. സോ 10 ഇയേഴ്സിനകത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ n എന്ന് പറയുന്നത് 10 ഇയർ ആണ്. സോ നമുക്ക് നേരെ ആ സംഭവങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ആ ഫ്യൂച്ചർ വാല്യൂ എത്രേൻ്റെ കണ്ടുപിടിക്കേണ്ടത്? 50,000 റുപ്പീസിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മുടെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് 10 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ളതാണ്. സോ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാലോ, 15,000 ഇൻറ്റു 1 + R എന്ന് പറയുന്നത് നമുക്ക് അറിയാം 8 ആണ്. സോ അതിനെ കൺവേർട്ട് ചെയ്തു. ഇനി n എന്ന് പറയുന്നത് 10 ആണ്. സോ നമ്മളിങ്ങനെ എഴുതി. ഇനി നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ വാല്യൂ ആണ്. 8 ഡിവൈഡഡ് ബൈ 100 + 1 ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. സോ നമുക്ക് ആദ്യം തന്നെ 8 ഡിവൈഡഡ് ബൈ 100 ചെയ്യാം. സോ നമുക്കപ്പോൾ ഒരു വാല്യൂ കിട്ടി. അതിനെ +1 ചെയ്യാം. സോ നമുക്ക് ആ വാല്യൂ എടുത്ത് എഴുതാം. 1.08 ആയിരുന്നു. അത് റേസ് ടു 10 ചെയ്യണം. എന്നിട്ട് അതിന് ഇൻറ്റു ചെയ്യേണ്ടത് ഈ 15,000 കൊണ്ടാണ്. സോ നമുക്ക് ഈ ഒരു വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാകും. സോ നമുക്ക് ആ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യം ഉള്ളത്, അതായത് 10 പ്രാവശ്യം ഇതിനെ റിപ്പീറ്റ് ആയിട്ട് ഇൻറ്റു ചെയ്ത് പോരാന്നുള്ളത് 1.08 ഇൻറ്റു 1.08 ഇൻറ്റു 1.08. അതുപോലെ ഇൻറ്റു ചെയ്ത് 10 തവണ ഇൻറ്റു ചെയ്യാന്നുള്ളതാണ് ആ റേസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയാണ് ഒന്നുകൂടി പറഞ്ഞത്. സോ നമ്മൾ ആദ്യം തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യണം. എങ്ങനെ നോക്കാം. ഇൻറ്റു 1.08 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 തവണയുള്ള ആൻസർ കിട്ടി. 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ എണ്ണ നമ്മൾ. അപ്പോൾ 10ാമത്തെ തവണ ആകുമ്പോഴുള്ളതാണ് നമ്മുടെ ആ കണ്ടുപിടിക്കേണ്ട വാല്യൂ. സോ നമുക്ക് നോക്കാം. 2.1589 ഇതാണ് നമ്മുടെ ആ ഒരു ആൻസർ കിട്ടിയേക്കുന്നത്. ഒരു 3 വാല്യൂ എടുത്താലും മതി. ഇൻറ്റു 50,000. സോ ഇത് ചെയ്ത് കിട്ടുന്ന ഈ ഒരു വാല്യൂവിനെ ഇൻറ്റു 50,000 ഇതായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എടുത്തെഴുതാം അല്ലേ. ഇതായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ വാല്യൂ. അതായത് ഈ ഒരു 50,000 രൂപ നമ്മൾ ഇത്രയും 8% ഇൻട്രസ്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ ഇത്രയായിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാകാം. സോ ഇതായിരുന്നു ഈ ഒരു കണക്ക്. ഈ കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസിനകത്ത് അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. ഫ്യൂച്ചർ വാല്യൂ ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1 + R ഡിവൈഡഡ് ബൈ M റേസ് ടു M ഇൻറ്റു N. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കോമ്പൗണ്ടിങ്ങിൻ്റെ ആ മെത്തേഡിൽ തന്നെ ഇപ്പം നമുക്ക് തന്നേക്കുന്ന ആ ഒരു പീരീഡ് നമുക്ക് ഒരു തവണ ഇൻട്രസ്റ്റ് ആനുവലി കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഫോർമുല യൂസ് ചെയ്തത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ് ആനുവലി അല്ല കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഹാഫ് ഇയർലി അല്ലെങ്കിൽ ക്വാർട്ടർലി ഒക്കെയാണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയായിട്ട് ചേഞ്ച് ചെയ്യും. ഫ്യൂച്ചർ വാല്യൂ ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ, ബാക്കിയെല്ലാം നമുക്ക് അറിയുന്നതാണ്. ഈ M എന്ന് പറയുന്നത് എത്ര തവണയാണോ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു വാല്യൂവിനാണ് നമ്മൾ എത്ര തവണ നമ്മൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതായത് ഹാഫ് ഇയർലി ആകുമ്പോൾ 2 തവണ ഒരു കൊല്ലത്തിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഉണ്ടാകും. സോ അതുപോലെ തന്നെ ക്വാർട്ടർലി ആകുമ്പോൾ അതനുസരിച്ച് ചേഞ്ച് ചെയ്യും. സോ എത്ര തവണയാണെന്ന് അനുസരിച്ചതിനുള്ള ഈ നമ്പർ, ഈ എമ്മിൻ്റെ നമ്പർ ചേഞ്ച് ചെയ്യും. അത് മാത്രമേ ഉള്ളൂ ഈ ഒരു കണക്കിനകത്ത് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. സോ ക്വസ്റ്റനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാഫ് ഇയർലിയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരത്തെ ഉള്ള പോലെ തന്നെയാണ് പ്രസൻറ്റ് വാല്യൂ, പക്ഷെ മാറി തന്നിരിക്കുന്നത് 10,000 ആണ്. ആ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. സോ നമുക്ക് നേരെ ക്വസ്റ്റിലേക്ക് 3 ഇയേഴ്സ് ആണ് N എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ചെയ്യാന്നുണ്ടെങ്കിൽ പ്രസൻറ്റ് വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത്. ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാം. ആ 10,000 റുപ്പീസ് ആണ്. സോ നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1 + നമുക്ക് ആ 10% തന്നേക്കുന്നത്. സോ നമുക്കതിനെ 10 ഡിവൈഡഡ് ബൈ
100 ചെയ്ത് നമുക്ക് നേരെ ആ ഫോമിലേക്ക് എഴുതാം. സോ 0.1 ആണ് മുകളിൽ വരാം. 0.1 ഡിവൈഡഡ് ബൈ എം ആണ് പറഞ്ഞേക്കുന്നത്. എം എന്ന് പറയുമ്പോൾ നമ്മൾ ഹാഫ് ഇയർലി ചെയ്യുന്നതുകൊണ്ട് തന്നെ എം അടിയിൽ 2 ആയിരിക്കും വരാം. സോ അത് ഡിവൈഡ് ചെയ്യേണ്ടത് എം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ എത്രയായിരുന്നു 2. എത്ര വർഷത്തേക്കായിരുന്നു എൻ എന്ന് പറയുന്നത്? എം എന്ന് പറയുന്നത് 2 ആണ്, എൻ എന്ന് പറയുന്നത് 3 ആണ്. സോ നമ്മളത് കറക്റ്റ് ആയിട്ട് ഇട്ടു. ഇനി നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ആദ്യം തന്നെ നേരത്തെ പോലെ തന്നെ 10,000 നമ്മൾ ഇറക്കി എഴുതാം ഇൻറ്റു ഈ ഒരു എമൗണ്ട് ആദ്യം 0.1 ഡിവൈഡഡ് ബൈ 2. സോ നമുക്കൊരു എമൗണ്ട് കിട്ടി +1. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1.05. അതിൻ്റെ റേസ് ടു 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. ഈ ഒരു ഐറ്റത്തിനെ ഇൻറ്റു 6 ടൈംസ് നമ്മൾ ഇൻറ്റു ചെയ്യാന്നുള്ളതാണ്. സോ 0.05 ഇതായാലും ഇൻറ്റു ചെയ്യാം. 1 2 3 4 5. സോ നമുക്ക് കിട്ടിക്കഴിഞ്ഞല്ലേ. ഇതാണ് നമ്മുടെ ഒരു വാല്യൂ. നമ്മൾ കറക്റ്റായിട്ട് 6 തവണ ഉണ്ട്. നമ്മൾ ആദ്യത്തെ ഒരു തവണ, പിന്നെ അത് കഴിഞ്ഞ് 5 തവണ. സോ നമ്മൾ കറക്റ്റായിട്ട് ആ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് എടുത്ത് എഴുതാം. 1.340 അത്ര എഴുതിയാൽ മതി ഇൻറ്റു 10,000 ഇൻറ്റു 10,000 ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആൻസർ. പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ആ റൗണ്ടഡ് ഫിഗർ മാത്രം എഴുതിയാലും മതി. സോ ഇതായിരിക്കും നമ്മുടെ പ്രസൻറ്റ് വാല്യൂ അല്ല, ഫ്യൂച്ചർ വാല്യൂ. ഈ ആ 10,000 റുപ്പീസ് 3 വർഷം ആ റേറ്റിൽ നിക്ഷേപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഹാഫ് ഇയർലി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് പറയുന്നത് ഇത്രയായിരിക്കും. ഇതുപോലെ തന്നെ ക്വാർട്ടർലി ആകുമ്പോൾ ഈ എന്നിൻ്റെ സ്ഥാനത്തിന് എം ആണ് ചേഞ്ച് ചെയ്യുക. ഈ 2 എന്നുള്ളത് ക്വാർട്ടർലി വരുമ്പോൾ ചേഞ്ച് ചെയ്യും. സോ അത് 4 മാറും. കാരണം 4 തവണയാണല്ലോ ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ 4 തവണയാണ് നമ്മൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് പറയുക. സോ എം എന്ന് പറയുന്നത് 4 ചേഞ്ച് ചെയ്യും. അല്ലാണ്ട് വേറെ ഒരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. നെക്സ്റ്റ് വരുന്നതാണ് ഡബിളിംഗ് പീരീഡ് എന്ന് പറഞ്ഞൊരു കാര്യം. ഡബിളിംഗ് പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കോമ്പൗണ്ട് ഫാക്ടർ ടേബിളിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആ എമൗണ്ട് ഇപ്പോഴത്തെ ഗിവൺ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് എത്ര നാൾ കൊണ്ടാണ് ഡബിൾ ആവുക, ആ ഒരു പീരീഡ് കണ്ടുപിടിക്കുന്നതിനാണ് ഡബിളിംഗ് പീരീഡ് എന്ന് പറയുക. ഇതിൻ്റെ പ്രോബ്ലം ആയിട്ടൊന്നും നമുക്ക് ചെയ്യാനില്ല. ജസ്റ്റ് അത് എങ്ങനെയാണ് ചെയ്യുന്നതിന് 2 റൂളുകളുണ്ട്. റൂൾ 72ഉം റൂൾ 69 റൂൾ 72 അനുസരിച്ച് ഡബിളിംഗ് പീരീഡ് എന്ന് പറയുന്നത് 72 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ റൂൾ 69 വരുമ്പോൾ ഡബിളിംഗ് പീരീഡ് കണ്ടുപിടിക്കേണ്ടത് 69 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. രണ്ടാമത് വരുന്ന ടെക്നിക്കാണ് ഡിസ്കൗണ്ടിങ് ഓഫ് പ്രസൻറ്റ് വാല്യൂ ടെക്നിക്ക്. ഇതിനകത്ത് വരുന്നത് നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡിന് നേരെ ഓപ്പോസിറ്റ് ആണ്. മറ്റേതിൽ നമ്മൾ ഫ്യൂച്ചർ വാല്യൂ ആണ് കണ്ടുപിടിച്ചെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ആ ഒരു മണിയുടെ പ്രസൻറ്റ് വാല്യൂ എത്രയായിരിക്കും. അതായത് ഫ്യൂച്ചർ തിങ്സിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫ്യൂച്ചർ സമ്മിൻ്റെ പ്രസൻറ്റ് വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഒരു സ്പെസിഫൈഡ് സം ഓഫ് മണിയുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫോർമുലയാണ് യൂസ് ചെയ്യുക. പ്രസൻറ്റ് വാല്യൂ ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1+r⁴n. ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ ചെയ്തത് ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു. സോ ഇനിയുള്ള മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് പ്രസൻറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്നത് ഫ്യൂച്ചർ വാല്യൂ ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ്. മറ്റേതിനകത്ത് നമ്മൾ കണ്ടുപിടിച്ചത് ഫ്യൂച്ചർ വാല്യൂ ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പ്രസൻറ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അത് മാത്രമുള്ള ഏക ഡിഫറൻസ്. വേറെ ഇക്വേഷനിലൊന്നും അങ്ങനെ നമ്മൾ നോക്കാനില്ല. നമുക്ക് ജസ്റ്റ് നേരെ പ്രോബ്ലത്തിലേക്ക് പോകാം. പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, എന്തേ കണ്ടില്ലേ, 5 വർഷം കഴിഞ്ഞ് 20,000 രൂപയാണ് നമുക്ക് കിട്ടുക. ഇൻട്രസ്റ്റ് റേറ്റ് 8% ആണെങ്കിൽ ആ ഒരു മണിയുടെ പ്രസൻറ്റ് വാല്യൂ എത്രയെന്ന് നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് നേരെ ആ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാം. പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ആ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 20,000 ആണല്ലേ. അതാണ് നമ്മുടെ ഫ്യൂച്ചർ വാല്യൂ തന്നേക്കുന്നത്. സോ അതേ ഡിവൈഡഡ് ബൈ 1+r നമുക്ക് തന്നിരിക്കുന്നത് 8% എന്ന് പറയുമ്പോൾ 8 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പെർസെൻറ്റേജ് എമൗണ്ട് കിട്ടും. സോ 0.08 ആണ്. അത് റേസ് ടു n എന്ന് പറയുന്നത് എത്ര വർഷത്തേക്കായിരുന്നു? 5 വർഷത്തേക്ക് ആയതുകൊണ്ട് 5 ഇടാം. സോ പി വി എന്ന് പറയുന്നത്
20,000 ഡിവൈഡഡ് ബൈ, നമുക്കത് ഇൻറ്റു ചെയ്തിട്ടുള്ള വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. റേസ് ടു 5 നമുക്ക് നേരിട്ട് ആ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. സോ നേരത്തെ കാണിച്ചുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് കാണിക്കുന്നില്ല. 1.4693 ആണ് അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരാം. സോ അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇടുന്ന വാല്യൂ നോക്കാം. ഈ ഒരു എമൗണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു എമൗണ്ടാണ് നമ്മളുടെ ഈ 20,000 രൂപ ഡെപ്പോസിറ്റ് 5 വർഷം ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന വാല്യൂ. അതായത് ആ 20,000 5 വർഷം മുമ്പ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന വാല്യൂ ഇതായിരുന്നിരിക്കും. സോ അങ്ങനെ ഒരു കാൽക്കുലേഷനാണ് നമ്മളിവിടെ ചെയ്തത്. ഫ്യൂച്ചർ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാകും, അതിൽ നിന്ന് പ്രസൻറ്റ് വാല്യൂ ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒരു സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ ആകുമ്പോൾ, അത് ഒരു ക്യാഷ് ഫ്ലോ മാത്രമല്ല കുറേ എണ്ണം ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്യപ്പെടും. പ്രസൻറ്റ് വാല്യൂ ഈക്വൽ ടു P1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് R ഹോൾ റേസ് ടു 1 പ്ലസ് P2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് R ഹോൾ റേസ് ടു 2 അങ്ങനെ പോയി Pn ഡിവൈഡഡ് ബൈ 1 പ്ലസ് R ഓൾ റേസ് ടു n. നമുക്കിതിൻ്റെ വിശദമായിട്ടുള്ള പ്രോബ്ലം വഴി ചെയ്യുമ്പോൾ ഓരോന്നും കറക്റ്റായിട്ട് പറയാം. ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത് ഒരു ക്യാഷ് ഫ്ലോ മാത്രം തരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ PV അഥവാ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണമെന്നാണ്. സോ നമുക്ക് തന്നിരിക്കുന്നത് ക്യാഷ് ഫ്ലോസ് കുറച്ച് അധികം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണമെന്നാണ്. സോ നമ്മൾ അതിന് വേണ്ടി ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതാണ് ഇങ്ങനെ ഒരു ടേബിൾ. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്കറിയാം ഇഷ്ടംമാതിരി ക്യാഷ് ഫ്ലോസ്, ഒരു 4 ക്യാഷ് ഫ്ലോ നമുക്ക് തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് ഫാക്ടർ 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡിസ്കൗണ്ട് ഫാക്ടർ 10 ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ നമ്മൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ 10% വെച്ച് പ്രസൻറ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണേ നമുക്ക് നോക്കാം. അതാണ് നമ്മൾ ആദ്യം ആ ടേബിളിൽ ഫില്ല് ചെയ്യേണ്ടത്. ബാക്കി രണ്ടെണ്ണം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നതാണ് എടുത്തെഴുതിയേക്കുന്നത്. ഇയറും ക്യാഷ് ഫ്ലോയും നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള കാര്യങ്ങളാണ് എടുത്തെഴുതിയേക്കുന്നത്. നമുക്ക് വേണ്ടത് പ്രസൻറ്റ് വാല്യൂ ഫാക്ടറാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് 10% വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരാം. 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് R ആണ്. സോ R എന്ന് പറയുന്നത് 10% ആണ്. 10%നെ 10 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.1 എന്ന് പറയുന്നത്. ആ 0.1 പ്ലസ് 1 അതാണ് 1.1 എന്ന് പറയുന്നത്. 1 ഡിവൈഡഡ് ബൈ 1.1 എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ വർഷത്തെ ഫസ്റ്റ് ഇയറിലെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. നമുക്ക് ഒന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. 1 ഡിവൈഡഡ് ബൈ 1 ഡിവൈഡഡ് ബൈ 1.1. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും. ആദ്യത്തെ 3 എടുത്ത് എഴുതിയാൽ മതി. എഴുതാം 0.909. ഇതാണ് നമ്മുടെ ആദ്യത്തെ വർഷത്തെ പ്രസൻറ്റ് വാല്യൂ. ഇത് കണ്ടുപിടിച്ച് നമുക്ക് ബാക്കി എല്ലാ വർഷത്തെയും നമുക്ക് ആ ഈക്വൽ ടു ഇട്ട് പോയാൽ മതി. കാൽക്കുലേറ്ററിൽ ഈക്വൽ ടു ഇട്ട് പോയാൽ അതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് വർഷത്തെ 0.286. അതുപോലെ തന്നെ നെക്സ്റ്റ് വർഷത്തെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഈക്വൽ ടു ഇട്ടാൽ മതി. നമുക്ക് കിട്ടി 0.751. സോ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയറിലേക്കാണെങ്കിൽ പിന്നെ ഒന്നുകൂടി ഈക്വൽ ടു ഇടുക 0.683. സോ ഇങ്ങനെയാണ് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ അതിൽ നിന്ന് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. അത്രേ ചെയ്യാനുള്ളൂ. നമുക്ക് ഈ കിട്ടിയ നമ്പറായിട്ട് ആ ക്യാഷ് ഫ്ലോസിനെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടറും ക്യാഷ് ഫ്ലോ ആയിട്ട് ഇൻഡ്യൂ ചെയ്തിട്ടാണ് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ എഴുതുന്നത്. സോ നമുക്ക് ഓരോന്നിൻ്റെയും ചെയ്ത് നോക്കാം. ആദ്യത്തെ 10,000 ആണ്. സോ 10,000 ഇൻറ്റു 0.909. സോ നമ്മുടെ ഇതായിരിക്കും നമ്മുടെ പ്രസൻറ്റ് വാല്യൂ. ഇവിടെ നമ്മൾ എഴുതേണ്ടത് 9090. സോ വേഗം എല്ലാം ഫില്ല് ചെയ്യാം. സോ നമ്മൾ ഈ കണ്ടുപിടിച്ച പോലെ തന്നെ എല്ലാം ഞാനൊന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ ടോട്ടലുള്ള പ്രസൻറ്റ് വാല്യൂ. അത് 75,460. സോ ഇതാണ് നമ്മുടെ എല്ലാ ക്യാഷ് ഫ്ലോകളുടെയും കൂടി കൂട്ടിയിട്ടുള്ള പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ടൈം വാല്യൂ ഓഫ് മണിയുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് വരുന്ന
കോൺസെപ്റ്റുകൾ എന്തൊക്കെയാന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വണ്ണാണ് സിങ്കിങ് ഫണ്ട് പ്രോബ്ലം. അതായത് നമ്മളൊരു അസറ്റ് റീപ്ലേസ് ചെയ്യുന്ന സമയത്തോ അതുപോലെ തന്നെ ഒരു സർട്ടൻ പീരീഡിൻ്റെ അവസാനം ഒരു ലയബിലിറ്റി റീപേ ചെയ്യുന്ന സമയത്തെല്ലാം സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. സോ അങ്ങനെ കിട്ടുന്ന ആ ഒരു ഫണ്ട് നമ്മൾ ഔട്ട്സൈഡ് ദ ബിസിനസ് അല്ലെങ്കിൽ ഒരു സർട്ടൻ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും ഫിനാൻസ് മാനേജർ. അതുപോലെ തന്നെ ക്യാപിറ്റൽ റിക്കവറി പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഫിനാൻസ് മാനേജർക്ക് പലതരത്തിലുള്ള സോഴ്സുകൾ യൂസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഏത് സോഴ്സാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്നുള്ള കാര്യം അതൊന്ന് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ ഈ ടൈം വാല്യൂ ഓഫ് മണി അതാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഫൈൻഡിങ് ഔട്ട് ഇംപ്ലിസിറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ചില സെക്യൂരിറ്റീസിലെല്ലാം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. സോ ആ ഒരു സിറ്റുവേഷനിൽ എത്രമാത്രം ഇൻട്രസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ഇത് കണ്ടുപിടിക്കാനായിട്ട് ഈ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വളരെ യൂസ്ഫുള്ളാണ്. കോമ്പൗണ്ട് ഗ്രോത്ത് റേറ്റ്. ചില സിറ്റുവേഷനിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻസ് മാനേജർക്ക് ഫ്യൂച്ചർ സെയിൽസും പ്രോഫിറ്റും എല്ലാം കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ഫിനാൻസ് മാനേജർക്ക് കോമ്പൗണ്ട് ഫാക്ടർ ടേബിൾ, അതായത് നമ്മുടെ ടൈം വാല്യൂ ഓഫ് മണിയെ ബന്ധപ്പെട്ട് വരുന്നതാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് അസർട്ടൈനിങ് ടൈം പീരീഡ്. നമ്മൾ പറഞ്ഞതാണ് ഈ ഒരു ടൈം വാല്യൂ ഓഫ് മണിയുടെ കോൺസെപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ഡബിളിംഗ് പീരീഡ് കണ്ടുപിടിക്കാമെന്ന്. ഒരു ഗിവൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എത്ര നാൾ കൊണ്ട് നമ്മുടെ എമൗണ്ട് ഗ്രോ ചെയ്യും, അങ്ങനെയുള്ള സാധ്യതകളെല്ലാം ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഐഡിയാസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് പൊതുവേ പ്രോബ്ലം പേപ്പർ എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ തോന്നുമെങ്കിലും തിയറി ക്വസ്റ്റ്യൻസ് വളരെയധികം ചോദിക്കാറുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടെല്ലാം ഷെയർ ചെയ്യുക. Please do subscribe the channel and click the bell icon for more updates. Be you, be unique.